എല്ലാവരും ശ്രദ്ധിക്കുന്ന കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം, ദൈവത്തിൻ്റെ ശക്തി, തെറ്റായ പ്രണയബന്ധങ്ങളെല്ലാം എല്ലാം അകപ്പെട്ടിരിക്കുന്നവരെ കർത്താവിൻ്റെ കാരുണ്യത്തിൽ, രാജ്യം വിട്ടു പോയിട്ടുള്ളവരെ, ജയിലിൽ കിടക്കുന്നവരെ, അപ്പനെ അമ്മനെ വിളിക്കാത്തവരെ, ഫോൺ പോലും എടുക്കാത്തവരെ, അപ്പനെ അമ്മയെ തിരക്കാത്തവരെ, ഇങ്ങനെയുള്ള എല്ലാവിധ വൈകൃതങ്ങളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാം യേശുവിന്റെ നാമത്തിൽ വിടുതൽ ലഭിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. സദയം ഹല്ലേലൂയ, യേശുവേ നന്ദി. സുഖമായിടും ഹല്ലേലൂയ, ഹല്ലേലൂയ. സുഖമായിടും എന്റെ ഉള്ളം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്തുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. അപ്പോഴാ കുഞ്ഞിനെ അവസാനം അവർ പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരു റെസ്പിറേറ്ററി വിഷയം ഉണ്ടാകും, ശ്വാസ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു 3 മാസം കഴിയുമ്പോഴാണ് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിലേക്കുണ്ട് മക്കളെ, നിങ്ങളെപ്പോഴും ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത് സഹനത്തിനും സങ്കടത്തിനും ഒരു സുവിശേഷ സമീപനമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, മണി പവർ, മസിൽ പവർ, മരിയം പവർ. അതുപോലെ തന്നെ സമാന്തരമായിട്ടാണ് സഹനത്തിന്, അതുപോലെ തന്നെ ഒക്കെ എല്ലാം ഒരു സുവിശേഷത്തിൻ്റെ സമീപനമുണ്ട്. ഇവർ വളരെ എക്സ്ട്രാ ആയിട്ടുള്ള സഹനങ്ങളിലൂടെ തന്നെയാണ് പോണത്. വളരെ ആറ്റുനോറ്റ് സ്വപ്നം കണ്ട് പ്രസവിച്ച കുഞ്ഞിന് റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തുമാത്രം മനസ്സിലാവുമെന്നറിയത്തില്ല. ഞാനതിൻ്റെ സത്യാവസ്ഥ പറയാം. അത് ടൈം ഓഫ് ഡിപ്പോസിറ്റാണ്. നമ്മൾ ടൈം ഓഫ് ഡിപ്പോസിറ്റാണത്. എന്ന് വെച്ചാൽ നമ്മൾ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ ഇപ്പം നിങ്ങൾക്കൊരു സഹനത്തിൻ്റെ സമയമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അച്ഛനോട് പറയുമ്പോൾ എന്നോട് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ഉടനെ നിങ്ങളോട് പറയത്തില്ല. കാരണം നിങ്ങൾ എന്തുമാത്രം ഞാൻ പറയണത് ഉൾക്കൊള്ളാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പലരോടും സൈലൻസ് കീപ്പ് ചെയ്യണത്. ഞാനൊരു ബ്ലെസ് ചെയ്ത് ശക്തിപ്പെടുത്തി വിടും, പക്ഷെ ഒന്നും മിണ്ടത്തില്ല. കാര്യം കാലാന്തരത്തിൽ അവർ തന്നെ, കർത്താവ് തന്നെ അവരെ തർജ്ജമ ചെയ്ത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം.
കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതാ വഴിക്കായിരിക്കും പിന്നെ നിങ്ങൾ ചിന്തിക്കുകയും ഭാരപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ചില സമയത്ത് ചിലരെ ഏൽപ്പിച്ചു കൊടുക്കും. കാലാന്തരത്തിൽ അവർ കറക്റ്റ് ചെയ്ത് വരും. ഇപ്പോൾ ഇതെന്താ ഈ കുഞ്ഞിന് എന്താ പ്രശ്നം? റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. ഇപ്പോൾ ഡോക്ടർ വെൻറ്റിലേറ്ററായി പോയി കൊച്ച് വെൻറ്റിലേറ്ററായി. കൊച്ച് വെൻറ്റിലേറ്ററായെന്ന് എന്നോട് ഞാൻ അറിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും എൻ്റെ മനസ്സിൽ വിചാരിക്കാൻ പോണത്? ഭാര്യയ്ക്ക് നിന്നും ഭർത്താവിൽ നിന്നും കർത്താവ് പ്രാർത്ഥന സ്വീകരിക്കാൻ തുടങ്ങിയെന്ന്. കാര്യം നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിമിന്നൽ പ്രാർത്ഥനയായിരിക്കും മുഴുവനും, അല്ലേ? അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കാത്ത പാല് പോലുള്ള പ്രാർത്ഥനയാണ്. നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥനയെ വെള്ളം ചേർക്കണത്? ഉറങ്ങിയൊക്കെ പ്രാർത്ഥിക്കും, അല്ലേ? പക്ഷെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ഇതുണ്ടല്ല, തനി തങ്കമായിരിക്കും അത്. അപ്പം അവിടേക്ക് ഒന്ന് കറയില്ലാത്ത പ്രയർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഈ സഹന സാഹചര്യങ്ങളിൽ എപ്പോഴും ഓർക്കുക, നിങ്ങൾ അപ്പോൾ പ്രാർത്ഥിക്കുന്നത് അതിജീവന പ്രാർത്ഥനയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് സത്യസന്ധമായ കറക്റ്റ് പ്രാർത്ഥനയായിരിക്കും. അപ്പോൾ മാത്രമേ കറക്റ്റ് അതിജീവന കാലത്ത് മാത്രമേ കറക്റ്റ് പ്രാർത്ഥന വരത്തുള്ളൂ. ബാക്കി നിങ്ങൾ ഒരു 80 കൊല്ലമൊക്കെ ഈ ഭൂമി ജീവിക്കുമായിരിക്കും. പക്ഷേ പകുതി മുക്കാലും വെള്ളത്തേക്കാൾ കൂടുതൽ പാലായിരിക്കും, പാലിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും പ്രാർത്ഥനയുടെ മുഴുവനും. അങ്ങനെയൊക്കെ വരാം. പക്ഷേ കറക്റ്റ് പ്രാർത്ഥന വരണത് അതിജീവന കാലത്താണ്. അപ്പം അതിജീവന കാലത്ത് ഒരു സ്വർഗസ്ഥനായ പിതാവാണ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഓർക്കുക, അത് 916 ആയിരിക്കും മിക്കവാറും പ്രാർത്ഥനയിൽ. ഇവിടേക്കൊന്ന് പ്രാർത്ഥന സ്വീകരിക്കുകയാണ്. കൊച്ചു ഡെസ്പറേറ്റീവാണ്. അപ്പം ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇവരോട് പറയും, പിന്നെ ഈ വെന്റിലേറ്ററിൽ നിന്ന് ഉടനെ ഒന്നും കൊണ്ടുപോകാമെന്ന് വിചാരിക്കരുത് കേട്ടാന്ന് പറയും. ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് തള്ളക്ക് പാല് കൊടുക്കാനുള്ള കൊതി കൊണ്ടിരിക്കുകയാണ്. എത്ര 6 കൊല്ലമായിട്ട് കിട്ടിയ കുഞ്ഞാണ്. അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അതൊക്കെ അവളാണെങ്കിൽ ഒരു ശവം പോലെയായി. അപ്പം ആ മനുഷ്യൻ എന്നിട്ട് ഈ കോവിഡ് കാലത്ത് ഇവിടെ വരും. ഭാര്യയെ ആശുപത്രി കിടത്തിയിട്ട് വണ്ടി ഓടിച്ച് ഇവിടെ വരും. ചേട്ടൻ്റെ മോളുമായിട്ട് ഇവിടെ വരും. ഇവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോഴന്ന് 9 മണിക്കാണ് തുറക്കണത്. കോവിഡ് കാലമല്ലേ. സ്റ്റാഫ് 9 മണിക്ക് വരുമ്പോൾ സ്റ്റാഫിനെ കയറ്റാൻ വേണ്ടി തുറക്കും. എന്നിട്ട് അപ്പത്തിനെ ക്ലോസ് ചെയ്യും. അപ്പോൾ 9 മണിക്കാണ് തുറക്കണത്. ഇയാൾ മനുഷ്യൻ വന്നിരിക്കുന്നത് 7 മണിക്കാണ് രാവിലെ. 7 മണി തൊട്ട് 9 മണി വരെ തുറക്കാൻ വേണ്ടി ഇതിൻ്റെ വാതിൽക്ക് നിൽക്കും. അപ്പോൾ ഇയാളുടെ അവസ്ഥ കാണുമ്പോൾ വാച്ച്മാന് തോന്നും. വാച്ച്മാൻ ഇയാളോട് പറയും, ഇവിടെയൊക്കെ അനുവാദം ഇല്ലെങ്കിൽ കുളിക്ക് കൊടുത്തില്ലെങ്കിൽ പുള്ളി പറയും 15 മിനിറ്റ് തരാം. 15 മിനിറ്റ് കയറി മാതാവിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങണം. എനിക്ക് ഒരു 15 മിനിറ്റ് ഒരു ഉടമ്പടി എടുക്കാതെ മാതാവിനെ കാണാൻ വേണ്ടി വന്ന ആൾക്കാരുടെ ചരിത്രം പറയുകയാണ്. ആ 9:09 തുറന്ന് 9:15 വരെ തുറന്നിട്ട് 15 മീറ്ററിൽ പുള്ളിക്കാരൻ കയറി അകത്ത് വന്ന്. ഇപ്പോൾ അന്ന് ഈ അകത്താരും കയറത്തില്ലേ. അത് കാരണം അകത്ത് വന്ന് മാതാവിനെ കണ്ട് എൻ്റെ കുഞ്ഞിൻ്റെയും വൈഫിൻ്റെയും കാര്യം പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോകും. തിരിച്ചു പോയി അവർ ചേർത്തലെത്തിയപ്പോൾ തന്നെ ഫോൺ വന്ന്, എന്താണ് ഡോക്ടർ പറഞ്ഞ് കുഞ്ഞിനെ റെസ്പിറേറ്ററി സിംറ്റംസ് മാറിയിട്ടുണ്ട്, കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ ഇവിടെ ഇരുന്ന് വിറക്കാൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത് കാര്യത്തിലെല്ലാം അയാൾക്കറിയത്തില്ല ഇത്രയും സ്പീഡാണ് കാര്യമെന്ന് അറിയത്തില്ലല്ലോ. അയാൾ ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടല്ലേ പോന്നിരിക്കണത്. ഇപ്പോഴെങ്കിലും ഈ മാസത്തിലെങ്കിലും കുഞ്ഞിനെ പുറത്തെടുക്കാൻ പറ്റുകയില്ല. പക്ഷെ പെട്ടെന്ന് ഇവിടുന്ന് തിരിഞ്ഞ് ചേർത്തല വരെ ചെന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഫോൺ വന്നില്ലേ. അപ്പോൾ ഇയാൾ ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടേ അയാൾ പറയണേ ഞാൻ കാറിലിരുന്ന് വിറക്കിയിരുന്നു പറഞ്ഞു. എന്നിട്ട് പിന്നെ പുള്ളി ഈസിയായിട്ടൊരു കാര്യം പറയും. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വലിയ ദൈവാനുഭവം കിട്ടിയൊരു മനുഷ്യൻ പിന്നീട് അടുത്ത ശ്വാസത്തിൽ ഈസിയായിട്ടൊരു കാര്യം പറയും. എന്താണ്? പിന്നീട് ഞങ്ങളുടെ മകന് കുഞ്ഞുമാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയെന്ന് പറയും. ഞാൻ വാ പൊളിച്ചു.
എന്നൊക്കെ പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മകൻ ഒരു കുഞ്ഞു മാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് പോയി. അത് പറയുമ്പോൾ അവന് അസുഖമായിരുന്നുവെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന വികാര ജ്വലനമൊന്നും അതിനില്ല. അത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമായിട്ട് ഈ മനുഷ്യനെ അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മഹാസങ്കടങ്ങളിലെ ഈ മനുഷ്യന് കിട്ടിയ ആന്തരിക അഭിഷേകമാണ്. കൈയിടിച്ച് കർത്താവേ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ, എന്റെ നാവാൽ ചൊല്ലിടുവാനാ. നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും. ആ കരുതലോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമ്മൾ അനിത താമരാക്ഷനെ എന്താ പറഞ്ഞു നിർത്തിയത്? അനിത താമര ഇതേ ഒരു മെൻ്റൽ സ്റ്റേറ്റാണ്. എന്താണ്? അവൾ കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നതിന് തീരുമാനിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ അവൾക്ക് അമ്മ ഒരു ലിങ്ക് കൊടുത്തതാണ് അല്ലേ? കൃപാസനത്തിൽ വരാൻ വേണ്ടി നമ്മൾ മുങ്ങിച്ചാകാൻ പോകുന്നൊരു കയറിട്ട് കൊടുക്കുകയല്ലേ? അതുപോലെ ആ കയറെ പിടിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവളെന്താ പറയണത്? എനിക്ക് വല്ലാത്തൊരു ധൈര്യം തോന്നിയെന്ന്. ആരാണ്? അതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഇപ്പോൾ അടൂരത്തെ റോയ് എന്താ പറയണത്? അവൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു മാലാഖിയായി ഈശോൻ്റെ അടുത്തേക്ക് ചെന്ന് പോയി. അത് ലാഘവത്തോടെ അവൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി എന്ത് കണ്ണീരിട്ട് പ്രാർത്ഥിച്ച മനുഷ്യനാണല്ലേ? ഇതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. ആത്മധൈര്യവും ആന്തരിക അഭിഷേകവും ദൈവത്തിൻ്റെ ഉടമ്പടി പ്രകാരമുള്ള സാന്നിധ്യത്തിൻ്റെ ഉറപ്പിൻ്റെ അടയാളമാണ്. കൈയിടിച്ച് കർത്താവേ നിൻ കൃപ മതിയെനിക്ക്, നാഥാ നീ മതിയെനിക്ക്, നിൻ കൃപ മതിയെനിക്ക്. ഈ മരുയാത്രയതിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. സോ വാട്ട് ഈസ് അവർ പോയിന്റ്? എന്താണ് നമ്മളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നീ ഒരു ദൈവ വാഗ്ദാനം പ്രാപിച്ച് മാനസിക ആശ്വാസങ്ങൾ പ്രാപിക്കുന്ന വരെയുള്ള നിൻ്റെ സമയം, ഇൻ ബിറ്റ്വീനില്ലേ, അവിടെ നീ അനുഭവിക്കുന്ന ആന്തരിക സ്വസ്ഥത, ആന്തരിക അഭിഷേകം, ആത്മധൈര്യം, അതെല്ലാം ആള് ഉടമ്പടി പ്രകാരം നിൻ്റെ കൂടെ വന്നു കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ദൈവസാന്നിധ്യമായിട്ട് വിവേചിക്കണമെന്നാണ് ഈ പറയണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ ഭൗതിക ആശ്വാസത്താൽ അനുഗ്രഹിക്കുന്ന വരെയുള്ള
ഞങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ അതിലനുഭവിക്കുന്ന അങ്ങയുടെ ആന്തരിക സാന്നിധ്യത്തെ വിവേചിക്കാനുള്ള ആന്തരിക നേത്രങ്ങളെ അങ്ങ് പ്രകാശിപ്പിക്കണമേ. ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കണം. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ ഒരു യാത്രയതേ തിരുകൃപ മതി എനിക്ക്, ഈ ഒരു യാത്രയതേ തിരുകൃപ മതി എനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതേപോലെ തന്നെ ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ പേഴ്സിൽ കാശ് രൂപ, ഉടമ്പടി കാശ് രൂപ ഉണ്ടാവും. ഇപ്പം രാത്രിയൊക്കെ നമുക്ക് എമർജൻസി കോൾസ് വരും. കുട്ടികളൊക്കെ ഫിറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ശ്വാസം മുട്ടലായിട്ട് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെ അവർ കാഷ്വാലിറ്റിയിൽ വരുമ്പം ഞാൻ ഈ ക്വാർട്ടേഴ്സിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് നടന്നു വരുന്ന സമയത്ത് ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ആ കുട്ടികൾക്കൊന്നും സംഭവിക്കരുത്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് നമുക്കറിയാൻ പറ്റും. ആ ഒരു പ്രാർത്ഥനയുടെ ഫലം, ആ മാതാവിൻ്റെ ഇടപെടൽ നമുക്ക് അവിടെ അറിയാൻ പറ്റും. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എനിക്ക് ചെന്ന് കണ്ട് ഹെൽപ്പ് ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടാറില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ 24 hours എമർജൻസി ടൈം എനിക്ക് അപ്പം ഒത്തിരി അങ്ങനെ ചെന്ന് ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. പക്ഷേ എനിക്ക് ഫിനാൻഷ്യലായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്നത് പോലെ ഞാൻ എല്ലാവരെയും സഹായിക്കും. പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിലും ഇപ്പം 2 weeksലേക്ക് ഒരു ദിവസം മാത്രമേ എനിക്ക് അവധി കിട്ടത്തുള്ളൂ. ആ ദിവസം ഞാൻ പത്രം എടുത്തുകൊണ്ട് പോകും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കൊണ്ടുപോകും, ഭയങ്കര ചമ്മല. ഒരു ദിവസം ഞാൻ കൊണ്ടുപോയിട്ട് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അടുത്ത പ്രാവശ്യം കൊടുത്തപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോട്ടീസ് കൊടുക്കുന്ന പോലെ ജസ്റ്റ് കൊടുത്തു, ഞാൻ ഇത് വന്നു. പക്ഷെ പിന്നെ ആയപ്പം ഞാനിപ്പോൾ എവിടെ പോയാലും ഇപ്പം നമ്മൾ ഈ പള്ളിയിൽ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ അടുത്ത കടകളിലൊക്കെ ഈ പത്രം പൊടി പിടിച്ചൊക്കെ അവിടെ 2-3 പത്രമൊക്കെ ഇരിക്കുമ്പോൾ അതേപോലെ തന്നെ പള്ളിയിൽ ആൾക്കാർ ഉപേക്ഷിച്ചിട്ട് പോയ പത്രങ്ങൾ ഞാനതിപ്പോൾ എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും ശരിയായി. ഞാൻ നാളത്തെ കഴിഞ്ഞ് UK പോവുകയാണ്. അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അതുല്യ. ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു PSC ഗ്രാജുവേറ്റ് ആണ്. 21-ലാണ് എൻ്റെ കോഴ്സ് കഴിഞ്ഞത്. അന്നേരം തന്നെ ഞാൻ ജോലിക്ക് കയറി. പക്ഷെ എൻ്റെ കോഴ്സിന് പുറത്ത് യൂറോപ്യൻ കൺട്രീസിൽ സ്കോപ്പ് ഇല്ലാത്തതിനാൽ ഞാനൊരു കോഴ്സ് പഠിച്ച് പുറത്ത് പോകാനാണ് താല്പര്യപ്പെട്ടിരുന്നത്. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്തു. പക്ഷെ മാതാവ്, എൻ്റെ പ്രയത്നങ്ങൾ വിഫലമായ സ്ഥലത്താണ് മാതാവ് ഇടപെട്ടത്. ഞാൻ 3 പ്രാവശ്യം IELTS എഴുതി. പക്ഷെ എനിക്ക് വേണ്ട സ്കോർ കിട്ടിയില്ലെന്ന് മാത്രമല്ല, എന്ത് കോഴ്സാണ് ഞാൻ എടുക്കേണ്ടതെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. കോഴ്സ് ഒരെണ്ണം തീരുമാനമായാൽ തന്നെ അത് അവസാനം മാറിപ്പോകണം. നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അതിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഇല്ല, ഫീസ് കൂടുതലാണ്. അങ്ങനെ കുറേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സമയമായിരുന്നു അത്. അങ്ങനെ 2023 ആയപ്പോഴേക്കും നേഴ്സിങ്ങിന് പോവാം എന്നുള്ളൊരു ഓപ്ഷനിലെത്തി. അങ്ങനെ ഞാൻ നോക്കിയിരുന്ന യൂണിവേഴ്സിറ്റിയിൽ PT ആക്സെപ്റ്റബിൾ ആണെന്ന് കണ്ട് ഞാൻ PT പ്രിപ്പയർ ചെയ്ത് തുടങ്ങി. എക്സാമിന് 2 ദിവസം ഉള്ളപ്പോൾ ഞാനിങ്ങനെ ഔചാരികമായി യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ സാക്ഷ്യം കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആ സാക്ഷ്യത്തിൽ കേട്ടതെല്ലാം മനുഷ്യർക്ക് അസാധ്യമായ കാര്യമാണ്. ഒരിക്കലും വിചാരിക്കില്ല അതൊക്കെ നടക്കുമെന്ന്. അങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ 2 ദിവസത്തിനുള്ളിൽ എക്സാമാണ്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോവായിരുന്നു. എറണാകുളത്ത് നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്ത്
ബസ്സിൽ വെച്ച് ഒരു ചേച്ചി എനിക്ക് പത്രം തന്നു, കൃപാസനത്തിൽ പോയിട്ടുണ്ടോയെന്ന് ചോദിച്ചു. ഞാനില്ല, എനിക്കറിയില്ല പോകാമെന്ന് പറഞ്ഞു. ചേച്ചി പറഞ്ഞു ആലപ്പുഴയ്ക്ക് ഏത് ബസ്സും കയറിയാലും നമ്മുടെ മുറ്റത്ത് കൊണ്ട് നിർത്തും, കൃപാസനത്തിൻ്റെ മുറ്റത്ത് കൊണ്ട് നിർത്തും, പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് വളരെ ഒരു മാതാവിനെ വിളിക്കണ പോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമല്ല മാതാവും കൂടി വിചാരിക്കണം ഇവിടെ വരാനായിട്ട്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്തു. കറക്റ്റ് ഇവിടെ ഫ്രണ്ടിൽ തന്നെ എത്തി. വന്ന പാടെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് എല്ലാവരും വന്ന പാടെ തന്നെ മാതാവിനെ നോക്കി കരയുക ചെയ്യുക. അപ്പോൾ ഞാനും അങ്ങനെ കരയരുത്. എനിക്കറിയില്ല ഞാൻ എന്തിനാണ് കരയണമെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ കുറേ കരഞ്ഞു. എനിക്ക് ശരി എക്സാമിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു.